ജാസ്മിൻ ജയിലിൽ പോയ സമയത്ത് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയം അന്ന് അവൾ എന്നെ ഇമാതിരി തെറിയാണ് വിളിച്ചത്. രണ്ടെണ്ണം അടിച്ച പോലെ ആയിരുന്നു ശരിക്കും. വെളിയിലെങ്ങാനും ആയിരുന്നെങ്കിൽ തലയെ കൂടി മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ. അവള് തെറി വിളിച്ച സമയത്ത് ഞാൻ പുറത്തിരുന്നിട്ട് ഇങ്ങനെ പാടുവാണ്, ആകാശമേ കേൾക്കാ, ഭൂമിയെ നീ കേൾക്കാ, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ആ പാട്ടും പാടി ഞാൻ ഇരിക്കുകയാണ് ആകാശത്തോട്ട് നോക്കി. എന്തൊരു തെറിവിളിയായിരുന്നു. ലാലേട്ടൻ ചോദിച്ചു. പിന്നീട് അടുത്ത ആഴ്ച ഞാനും അവളും കൂടിയായിരുന്നു ജയിലിൽ. അതാണ് കോമഡി. ജിൻഡോ ഇത് പറയുമ്പോ രതീഷ് ഇരുന്ന് ചിരിയോട് ചിരിയാണ്. അപ്പുറത്ത് ശരണ്യ ഇരിപ്പുണ്ട്, ഋഷി ഇരിപ്പുണ്ട്. മറ്റേ ഭക്തിഗാനം പാടിയപ്പോ പ്രത്യേകിച്ച് രതീഷൊക്കെ ഫുൾ ചിരിയായിരുന്നു. പിന്നെ ജിൻഡോ പറഞ്ഞത് വെച്ച് നോക്കിയപ്പോ കറക്റ്റ് ആണ്. കഴിഞ്ഞ ആഴ്ചത്തെയും അതിന് മുമ്പത്തെയും ജയിലിന്റെ 7 അയലൊക്കത്ത് വന്നില്ല സിജോയുടെയും അഭിഷേകിന്റെയും ജയിൽവാസം. അത് പറയാതെ വയ്യ. രണ്ടുപേരും മൂങ്ങായിട്ടിരിക്കുകയാണ്. വായിക്കാത്ത ഒന്നുമില്ല. രണ്ടുപേരും ഒന്നും മിണ്ടുന്ന പോലും ഇല്ല. കാര്യമുള്ള ഒരു കാര്യം മിണ്ടുന്നില്ല. പിന്നെ ജിൻഡോ ശരണ്യോട് ഒരു പോയിന്റ് പറയുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട്, നിങ്ങളെപ്പോലെ അളന്ന് പിടിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. വായിൽ തോന്നുന്നത് പറഞ്ഞാണ് ശീലം. ഇവിടെ എന്ത് പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച എല്ലാരെയും ഞാൻ പിടിക്കും. ആരെന്ത് റോങ് പറഞ്ഞാലും അപ്പൊ പിടിക്കും. ടപ്പ എന്ന് പറഞ്ഞ് പൊട്ടിക്കും എല്ലാത്തിനിട്ടും. എന്നെ ഒന്നെങ്കിൽ നോമിനേഷനിൽ ഇടും അല്ലെങ്കിൽ ജയിലിൽ വിടും. രണ്ടിലൊന്നും നടക്കും. പക്ഷെ അതെനിക്ക് വിഷയമുള്ള കാര്യമില്ല. പവർ ടീമിനെ ആയിരിക്കും ഞാൻ ഏറ്റവും അധികം പിടിക്കാൻ പോകുന്നത്. പവർ ടീമിനെ പിടിച്ച് ടപ്പ എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിച്ചിരിക്കും എന്ന് ജിൻഡോ പറയുന്നു. നമുക്ക് നോക്കാം ജിൻഡോയുടെ ഈ പ്ലാനൊക്കെ ഏതറ്റം വരെ പോകും എന്നുള്ളത്. പുള്ളി പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ രതീഷൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. രതീഷ് അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രതീഷും കൂടെ ഉണ്ടെങ്കിൽ കളി മാറും. മൊത്തത്തിൽ പൊളിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.